അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മഹദനി ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ പല ആളുകൾക്കും ഓർമ്മ വരുന്നത് ഉസ്താദിൻ്റെ ആ ആർജവത്തോടെയുള്ള പ്രഭാഷണമാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ ആ സ്നേഹം ഉസ്താദിൻ്റെ പ്രഭാഷണത്തിലൂടെ നമുക്കൊക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ്. ആ പ്രഭാഷണത്തിൻ്റെ ഓരോ വീഡിയോസുകൾ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ എത്ര മനോഹരമായിട്ടാണ് മഹദനി ഉസ്താദ് മുത്തു റസൂലിനെ കുറിച്ച് വളരെ വർണ്ണിച്ചുകൊണ്ട് മനോഹരമായി പ്രഭാഷണം നടത്തുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു ഉസ്താദിന് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട മഹദനി ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് ജഫരി മുത്തുക്കോയ തങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഫോട്ടോ കാണാൻ ഇടയായി. എന്നിട്ട് ഉസ്താദ് പറയുന്നു, ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഉസ്താദിൻ്റെ ഫേസ്ബുക്കിലൂടെ ഉസ്താദ് കുറിച്ചിട്ടുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻറ്റ് സയ്യിദ് ജഫരി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ചു എന്നൊക്കെയുള്ള മനോഹരമായ ഉസ്താദിൻ്റെ കുറിപ്പ് കാണാൻ സാധിച്ചു. ഉസ്താദിൻ്റെ രോഗത്തിന് അള്ളാഹു ശമനം നൽകട്ടെ, അള്ളാഹു ഷിഫാ പ്രദാനം ചെയ്യട്ടെ. നമുക്കറിയാം, ഒരുപാട് പ്രയാസങ്ങളിലൂടെ, ഒരുപാട് വിഷമങ്ങളിലൂടെ, ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മഹദനി ഉസ്താദ്. അള്ളാഹുവേ, ഉസ്താദിന് നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. ഉസ്താദിന് പൂർണ്ണമായ ആരോഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവേ, അദ്ദേഹത്തിന് എന്ത് രോഗമാണെങ്കിലും ആ രോഗത്തിനൊക്കെ നീ ശമനം നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട മഹദനി ഉസ്താദിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളും മറ്റും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ആവേശമാണ്, എന്തൊരു രസമാണ്. ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ, ഏതൊരു വ്യക്തിക്കും ഹബീബിനെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കാനും ഹബീബിൻ്റെ റൗള സന്ദർശനം നടത്താനൊക്കെ വളരെയധികം താല്പര്യം ജനിപ്പിക്കുന്ന മനോഹരമായ പ്രഭാഷണത്തിൻ്റെ ഉടമ കൂടിയാണ് ബഹുമാനപ്പെട്ട മഹദനി ഉസ്താദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന് മുത്ത് റസൂലിൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് മഹദനി ഉസ്താദിൻ്റെ രോഗത്തിന് അള്ളാഹു പൂർണ്ണമായ ശമനം നൽകട്ടെ, പൂർണ്ണമായ ഷിഫാ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് രോഗികളായ പല ആളുകളുമുണ്ട്. ഹോസ്പിറ്റലിൻ്റെ അകത്തളങ്ങളിൽ വേദനയായി, പ്രയാസമായി, കണ്ണുനീരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നൂറായിരക്കണക്കിന് ആളുകളുണ്ട്. കാലുവേദനയും തലവേദനയും ഊരവേദനയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെയധികം അസഹ്യമായ വേദന കാരണം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഉറക്കം പോലും നഷ്ടപ്പെട്ട് വേദനയിലും യാതനയിലുമായി ഓരോ ദിനങ്ങളും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. നല്ല നല്ല മജ്ലിസുകളിലൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അവർ. അള്ളാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ലാ, നീ ഷിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, കീറി മുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ലാ. അള്ളാഹുവേ, നീ തന്ന ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ എത്ര അനുഗ്രഹമാണ് റബ്ബേ. അള്ളാഹുവേ, കണ്ണില്ലാത്തവർക്കാണ് കണ്ണിൻ്റെ വില അറിയുക എന്നതുപോലെ ഒക്കെ ശരീരത്തിനൊരു കുറവ് പോലുമില്ല റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ തന്ന അനുഗ്രഹം നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ റഹ്മാനെ. അള്ളാഹുവേ, രോഗികളായ പല ആളുകളുമുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ലാ. അവരുടെ വേദനകൾ, അവരുടെ യാതനകൾ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, അവർക്കൊക്കെ പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണേ അല്ലാ. നല്ലതുപോലെ സന്തോഷത്തോടെ കുടുംബങ്ങളൊത്ത്, ഭാര്യയൊത്ത്, ഉമ്മയൊത്ത്, വാപ്പയൊത്ത്, മക്കളൊത്ത് നല്ലതുപോലെ ജീവിക്കാനുള്ള മഹാഭാഗ്യം എല്ലാവർക്കും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മഹദനി ഉസ്താദിന് അള്ളാഹുവെ, നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.